ഇതിപ്പോ എന്താ പരിപാടി പറഞ്ഞിട്ടോ? കണ്ടില്ല നിങ്ങള് കണ്ട വഴി ചാടിയിട്ട് നമ്മൾ ഓരോ പരിപാടി പെരയില് കുറെ കണ്ടുള്ളോണ്ടേ അതൊക്കെ ചാടിയിട്ട് ആദ്യം എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്ത് അപ്പൊ ഇതൊക്കെ ചാടിയിട്ട് എങ്ങട്ടാ പോയത്? നമ്മളെ ബാക്കിലും ബീച്ച് ഫെസ്റ്റിവൽ നടക്കണ്ടല്ലോ അങ്ങോട്ടാണോ? പാർക്കിങ്ങിനെ കുറച്ച് ക്ഷാമായതുകൊണ്ട് ബാക്ക് സൈഡിൽ കൂടെ ഉണ്ടോ നമ്മൾ എൻട്രി ചെയ്തത്. അല്ലെങ്കിലും VIP ബാക്ക് സൈഡിലൂടെ അല്ലേ എൻട്രി ആവല്. എത്തിയപാടെ നമ്മളെ കണ്ണു പോയത് എങ്ങട്ടാ? ഫുഡ് കൗണ്ടറിലേക്ക്. എന്തായാലും പലതരം ഫുഡ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ കണ്ണു പോയത് എങ്ങട്ടാന്നറിയോ? ദാ ഈ കല്ലുമ്മക്കായിക്ക. പിന്നെ ഒന്നും നോക്കില്ല, കുറച്ച് കല്ലുമ്മക്കായി വാങ്ങിയത് കഴിച്ചേ. ആ സമയത്താണ് മനസ്സിലായതേ നമ്മളെ ചെക്കന്റെ കണ്ണു പോയത് വേറെ സ്ഥലത്തേക്കാണ്. എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതുപോലത്തെ സ്ഥലത്തേക്ക് പോകുമ്പോ ഈ ഐറ്റംസിനെ കൊണ്ടുപോയരുത്, കയ്യണ ഒഴിവാക്കിയേ. ചെവിക്കൊരു സൗകര്യം തരില്ലടോ. പിന്നെ ഏതായാലും ഓന് വേണ്ടതെന്ന് വാങ്ങി കൊടുത്തു. അഥവാ ഇപ്പൊ വാങ്ങി കൊടുത്തില്ലെങ്കിലേ നമ്മളെ ജാസി ഗിഫ്റ്റിനെക്കാളും വലിയ പാട്ടാരനാവും. പിന്നെ ജാസി ഗിഫ്റ്റ് വന്നത് വെറുതാവേ. ഫുഡ് കൊണ്ട് ഒരു തല്ലാണെന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ അവസ്ഥയാണ് ഇവിടെ. പല തരത്തിലുള്ള വെറൈറ്റി ഫുഡ് ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കണതേ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കണ കാസർകോട്ടാര മസാല ചക്ലിയാണ്. കാസർഗോഡ് ഉണ്ടായിട്ട് അത് ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമല്ലേ. ഇനിയിപ്പൊ ആ ഒരു കുറവ് വേണ്ട വെച്ചിട്ട് അത് ടേസ്റ്റ് ആക്കാണേ. ഇതിന് വലിയ താമസ സൗകര്യം ഒന്നും ഇല്ല കേട്ടോ. ഓർഡർ ചെയ്യുമ്പോ തന്നെ കയ്യിൽ കിട്ടുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ. ചിലപ്പം ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും മതി കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ. നമുക്കൊന്ന് ട്രൈ ആക്കണം. പിന്നെ നമ്മള് പോയത് എങ്ങട്ടാ? നമ്മളെ ജാസി ഗിഫ്റ്റിന്റെ പാട്ടേക്കാണ്. നോക്കടോ എന്താ അവരൊക്കെ വൈബ് ഉണ്ടില്ലേ. നമ്മള് ചെറുപ്പം മുതലേ ഇയാളെ പാട്ടേക്കുണ്ട്. ഇയാൾക്കൊരു മാറ്റം വന്നിട്ടില്ലടോ. നമ്മക്കാണ് കുറെ പ്രായം. ഒന്ന് രണ്ട് പാട്ട് കേട്ടപ്പോ എന്നെ മക്കളെ മമ്മ ഈ പാട്ട് മാത്രം കേൾക്കാനാണ് ഞങ്ങൾ വന്നത്. ഓൽക്ക് പല റൈഡിലും കയറണല്ലോ. ചെറുതിനെ കൊണ്ടുവന്നേ നമ്മൾ ഇതിലായിട്ട്. എന്നാലും നമ്മൾ ആ ലജ്ജാവതി പാട്ട് മിസ്സായി. ഇനി കൂടുതൽ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ നമ്മളെ ശരീരത്തിന് ഹാനികരാന്ന് മനസ്സിലായിട്ട് ഉടനെ നമ്മൾ തിരിച്ചു പോകാൻ നോക്കാം. ഏതായാലും പോവല്ലേ, പോണ വൈക്കല് നമ്മൾ ഇളനീർ ഷേക്കും അതുപോലെ തന്നെ കണ്ണൂരിന്റെ കൊക്ടെയിലും ഒക്കെ കഴിച്ചേ. ഓ ഇതാ വലിയ ഷൂട്ടിംഗ് ഒക്കെ നടത്തണ്ടേ. ആദ്യത്തെ ഒന്നോ രണ്ടെണ്ണോ പൊട്ടി. പിന്നെ ആവേശം കേറിയിട്ടേ രണ്ടാമത് ട്രൈ ചെയ്യാൻ കേട്ടോ. വെറുതെ ആ പൈസ അട് പോയി അത്ര തന്നെ. ഓ കണ്ടില്ലേ നിങ്ങളെ ചെക്കൻ്റെ സന്തോഷം. കളിച്ചിട്ടേ 3 ബ്രഷ് അട് കിട്ടി. ഓനെ ചാൽ ഇത് വലിയ ദേശീയ അവാർഡ് എന്നാണ്. ബ്രഷ് ഇട്ടോണ്ട് രംഗായിടോ ഒന്നുകൂടി കളിക്കും. അപ്പൊ ഓൻ രണ്ടാമത്തെ വട്ടം ട്രൈ ചെയ്യാണ്. രണ്ടാമത്തെ വട്ടം കിട്ടിയതോ ഈ ഒരു പാത്രാണ്. ഈ പാത്രം എന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. ഏതായാലും ചെക്കൻ വളരെ ഹാപ്പിയാണ്. കിട്ടിയ ബ്രഷും കൊട്ടായിട്ടെ നേരെ നമ്മള് വീട്ടിലേക്ക് വിടുകയാണ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ. ബാക്കിയുള്ള വിശേഷം കിട്ടണമെങ്കിൽ പേജ് ഒന്ന് ഫോളോ ആക്കി കളി.